Morning everyone, I am Nishad, Botany faculty of Ideal English Higher Secondary School. Today we are discussing about the topic of biological classification. So we learned about the important classification regarding to the living organisms. Early system of classification, two kingdom classification, three kingdom classification, four kingdom classification, and finally the Whittaker five kingdom classification. Based on that classification, we learned about the first kingdom, Monera. മൊണീറയിലെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ആർക്കി ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയ. അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള എൻട്രൻസ് റിലേറ്റഡ് ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question, which of the following characteristics used by Whittaker for the classification of organism? Which of the following characteristics used by Whittaker for the classification of organism? Whittaker ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഏതൊക്കെ ക്യാരക്ടറുകളാണ് ഫോളോ ചെയ്തിരിക്കുന്നത്? Here the options are mode of nutrition, thallus organization, phylogenetic relationship, all of these. ഏതായിരിക്കും ഇതിലെ ആൻസർ? വിറ്റാക്കറുടെ ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസത്തെ എന്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്? മോഡ് ഓഫ് ന്യൂട്രീഷൻ, താലസ് ഓർഗനൈസേഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, all of these. Which one is the right answer? Yeah, all of these. What is the reason? Whittaker classified the organisms into five important groups. We learned about that particular groups based on the criteria. ഏതൊക്കെ ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു? Cell structure, whether they are eukaryotic or prokaryotic. Thallus organization, whether they are unicellular or multicellular. Mode of nutrition, whether they are autotrophic or heterotrophic. The next one, reproduction, then phylogenetic relationship. So here 3 points are same, is it? Mode of nutrition, thallus organization, phylogenetic relationship. All these three are the criteria used for categorizing organism into different groups. ആരാണ് കാറ്റഗറൈസ് ചെയ്തത്? വിറ്റാക്കർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് all of these. So we are going to the next question. Which of the following kingdom does not have nuclear membrane? Which of the following kingdom does not have nuclear membrane? നമ്മൾ പഠിച്ച വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഏത് കിങ്ഡം ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ലാത്ത ഓർഗാനിസംസുകൾ വരുന്നത്? ഓപ്ഷൻസ്: പ്രോട്ടിസ്റ്റ, ഫംഗൈ, മൊണീറ, പ്ലാന്റേ. പ്രോട്ടിസ്റ്റ, ഫംഗൈ, മൊണീറ, പ്ലാന്റേ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമുക്ക് പ്രോട്ടിസ്റ്റേനെ എടുക്കാം. പ്രോട്ടിസ്റ്റേൻ്റെ പ്രത്യേകത എന്താണ്? യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഫംഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. മൊണീറ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. പ്ലാന്റ് പ്രോകാരിയോട്ടിക് ആണോ യൂക്കാരിയോട്ടിക് ആണോ? പ്ലാന്റ് യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഏതായിരിക്കും? ഈ പറയുന്ന 4 കിങ്ഡങ്ങളിൽ ഏത് കിങ്ഡത്തിനാണ് ന്യൂക്ലിയർ മെമ്പറൈൻ കാണപ്പെടാത്തത്? യാ, ദ റൈറ്റ് ആൻസർ ഈസ് കിങ്ഡം മൊണീറ. മൊണീറയുടെ പ്രത്യേകത എന്താ? ദേ ആർ ദ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. പ്രോകാരിയോട്ടിക്, വാട്ട് യു മീൻ ബൈ പ്രോകാരിയോട്ടിക്? ലാക്ക് ഓഫ് ന്യൂക്ലിയർ മെമ്പറൈൻ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, മൊണീറ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is true about archaebacteria or archaea? താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത് ആർക്കിബാക്ടീരിയയെ കുറിച്ച്? ഓപ്ഷൻ എ, archaea resemble eukaryotes in all respect.
Second one, archaea have some novel features that are absent in other prokaryotes and eukaryotes. Then archaea completely differ from both prokaryotes and eukaryotes. Then next option, archaea completely differ from prokaryotes. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് പറയേണ്ടത്. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? ആർക്കിയ റിസംബിൾസ് യൂകാരിയോട്ട് ഇൻ ഓൾ റെസ്പെക്ട്. ആർക്കിയ ഹാവ് സം നോവൽ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ആബ്സെന്റ് ഇൻ അതർ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. Archaea completely differ from both prokaryotes and eukaryotes. Archaea completely differ from prokaryotes. Which one is the right answer? Archaea resemble eukaryotes in all respect. Is it right answer? Or archaea have some novel features that are absent in other prokaryotes and eukaryotes. Archaea completely differ from both prokaryotes and eukaryotes. Archaea completely differ from prokaryote. കംപ്ലീറ്റ്ലി ഡിഫർ ഫ്രം ആണോ പ്രോക്യാരിയോട്സിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫർ ആണോ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫർ ഫ്രം പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ് ആണോ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്? അതോ ആർക്കി ബാക്ടീരിയ എല്ലാ റെസ്പെക്ട് അനുസരിച്ചും യൂക്യാരിയോട്സുമായിട്ട് സിമിലാരിറ്റി ഉണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ എന്താണ്? ആർക്കിയ ഹാവ് സം നോവൽ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ആബ്സെന്റ് ഇൻ അതർ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് മെത്തനോജൻസ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് മെത്തനോജൻസ്? മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ട് വരുന്നത്? Option A, they are archaebacteria. Option B, they live in marshy area. Option C, methane is preferred carbon source. Option D, they are present in guts of several animals, that is cow, buffalo, and they produce biogas from the dung of these animals. Among these four options, which one is not true about മെത്തനോജൻസ്? മെത്തനോജൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഈ പറഞ്ഞ 4 ഓപ്ഷനുകളിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ്? വി നോ ദാറ്റ് മെത്തനോജൻസ് ആർ ആർക്കിബാക്ടീരിയ. Is it? That is the right option. They live in marshy area. That one also right option. Then methane, they are present in guts of several ruminant animals. That one also right answer. Methane is their preferred carbon source. Methane is their preferred carbon source. That is the wrong statement. Because of the methanogen bacterias, ruminants animals in the guts il methanogen bacterias ഉള്ളത് കൊണ്ടാണ് ആ മെത്തനോജൻ ബാക്ടീരിയാസുകൾ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മീഥേൻ ഗ്യാസ് ബയോഗ്യാസ് പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നു. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഈസ് വിച്ച് വൺ? മീഥേൻ ഈസ് ദെയർ പ്രിഫേർഡ് കാർബൺ സോഴ്സ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ബാക്ടീരിയ? പറയുന്നതിൽ ഏതാണ് ബാക്ടീരിയയെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം മൊണീറ. ദേ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്ട്, സ്നോ ആൻഡ് ഡീപ് ഓഷ്യൻസ്. ദേ ഷോ ദ മോസ്റ്റ് extensive metabolic diversity. All of these. Which one is the true statement regarding to the bacteria? ബാക്ടീരിയയെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? We know that bacteria are the sole members of kingdom Monera. So that is the true statement. They live in extreme habitats such as hot springs, deserts, snow and deep ocean. We already learned about the different type of archaebacteria. Is it? Archaebacteria ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ഹോട്ട് സ്പ്രിങ്ങിലുള്ള ബാക്ടീരിയകളൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചതാണ്. They show the most extensive metabolic diversity. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മെറ്റബോളിക് ഡൈവേഴ്സിറ്റിയും കാണിക്കുന്നുണ്ട്. ദെൻ ഓൾ ഓഫ് ദീസ്. സോ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ഓൾ ഓഫ് ദീസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
bacteria were regarded to be plants because the option A, some of them are green in color. Next option, they are present everywhere. Next option, some of them cannot move. Next option, they have rigid cell wall. What are the option? Some of them are green in color, they are present everywhere. Some of them cannot move, they have rigid cell wall. എന്തുകൊണ്ടാണ് ബാക്ടീരിയയെ പ്ലാന്റ്സിൽ കൺസിഡർ ചെയ്തത്? നമ്മൾ പഠിച്ചു ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ബാക്ടീരിയ, ഫംഗസ് അതിനെയെല്ലാം കിങ്ഡം പ്ലാന്റയിലായിരുന്നു ലിനേയസ് പ്ലേസ് ചെയ്തിരുന്നത്. ബിക്കോസ് ഓഫ് ദ റീസൺ, എന്ത് കാരണം കൊണ്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? സം ഓഫ് ദം ആർ ഗ്രീൻ ഇൻ കളർ, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ? നോ. They are present everywhere? No. Some of them cannot move? No. So which one is the right answer? They have rigid cell wall. Is it clear? So the next question, chemosynthetic autotrophic bacteria are named so because, chemosynthetic autotrophic bacteria ke ഒരു പേര് വരാനുള്ള കാരണം, so named so because, കാരണം എന്താണ്? First option, they oxidize various inorganic substances such as nitrates and ammonia and use the released energy for their ATP production. Next option, they oxidize various organic substances and use the released energy for their ATP production. Option C, both A and B. Option D, none of these. Which one is the right answer? Chemosynthetic autotrophic bacteria are named so because. What is chemosynthetic autotrophic bacteria? നമ്മൾ പഠിച്ചിരുന്നു, this type of bacteria can oxidize the inorganic materials like nitrates, ammonia and use the released energy for their ATP production. That is called chemosynthetic autotrophic bacteria. So among that four options, which one is the right answer? The first option, option A. They oxidize various inorganic substances such nitrates and ammonia and use the released energy for their ATP production. Is it clear? ഒരിക്കലും ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ടല്ല കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയും ഓപ്ഷനായിട്ട് പറയാൻ പറ്റത്തില്ല, ഇതൊന്നുമല്ല എന്നും പറയാൻ പറ്റത്തില്ല. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are found in extreme saline condition? എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണപ്പെടുന്ന ഓർഗാനിസം ഈ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ യൂബാക്ടീരിയ, ഓപ്ഷൻ ബി സയനോബാക്ടീരിയ, ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയ, ഓപ്ഷൻ ഡി ആർക്കിബാക്ടീരിയ. 2017 നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ? എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണപ്പെടുന്ന ഓർഗാനിസം ഏതാണ്? ഓപ്ഷൻ എ യൂബാക്ടീരിയ, ഓപ്ഷൻ ബി സയനോബാക്ടീരിയ, ഓപ്ഷൻ സി മൈക്കോബാക്ടീരിയ, ഓപ്ഷൻ ഡി ആർക്കിബാക്ടീരിയ. വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആർക്കിബാക്ടീരിയ. ബിക്കോസ് ആർക്കിബാക്ടീരിയകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, ആർക്കിബാക്ടീരിയാസ് ആർ classified into 3 based on their habitat where they live. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കിബാക്ടീരിയകളെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹാലോഫൈൽസ്, തെർമോഅസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ? എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈ സോൾട്ട് ഏരിയയിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരെന്താണ്? ഹാലോഫൈൽസ്. സോ ദ ഹാലോഫൈൽസ് ഈസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് Archibacteria, which is coming under the kingdom Monera. So the right answer is Archibacteria. So നമ്മൾ ഇന്നെടുത്ത ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സ് നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ ജിപ്മർ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ചാപ്റ്ററിലും അതിൻ്റേതായ ഓരോരോ എൻട്രൻസ് പാർട്ടുകൾ കൂടി ഉണ്ടാകും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. Okay, thank you.